ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു മൊത്തം കംപ്ലൈൻ്റാക്കി വന്നിട്ടുള്ള ഒരു മെഷീനാണ്. ഇതിപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഇതിൻ്റെ ബെൽറ്റ് ഒരു പൊട്ടാത്തൊരു ബെൽറ്റ്, നമ്മൾ തംബ്നെയിലിൽ പറഞ്ഞ പോലെ തന്നെ ഒരു പൊട്ടാത്തൊരു ബെൽറ്റാണ് ഇപ്പോൾ ഇതിൽ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വൈറ്റ് ചരട് കിട്ടും നമുക്ക്. ഇത് നമ്മൾ ആദ്യം നമ്മുടെ പഴയ സ്ട്രാപ്പിൻ്റെ അളവിന് കണക്കാക്കി നമ്മൾ ഇത് മുറിക്കുക. എന്നിട്ട് അതിൻ്റെ അഗ്രഭാഗങ്ങൾ അതേപോലെ ഒന്ന് ഉരുക്കി സെറ്റാക്കണം, എന്നാലേ നമുക്ക് ആ പിന്ന് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഒരു പിന്നെടുത്തിട്ട് നമ്മളതേപോലെ ലോക്കാക്കുക. പിന്നെന്ന് പറഞ്ഞാൽ ഒരു കമ്പി കഷ്ണം നമുക്ക് ഇതിനായിട്ടൊരു കണക്കായിട്ടുള്ള ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ഇത് ചെയ്യാൻ പറ്റും. ഒരു കനമുള്ള കമ്പിയാണ്, അത് വളച്ച് ഇതേപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ലോക്ക് ചെയ്യാൻ പറ്റും പ്ലെയർ കൊണ്ട് അമർത്തി കഴിഞ്ഞാൽ. നമ്മളങ്ങനെ ബെൽറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഓടിച്ച് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു പ്രശ്നം കണ്ടില്ല, അതിൻ്റെ ആ മുകളിലത്തെ സംഭവം നമ്മൾ നൂല് ചുറ്റുന്ന സംഭവം ഇളകിയിരിക്കുകയാണ്. പിന്നെ നമ്മൾ ആദ്യം വീല് വരണം, എന്നാലാണ് നമുക്ക് ആ സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കണം, എന്നാലിപ്പോൾ അതങ്ങോട്ട് പോരുള്ളൂ. ഇനി നമുക്ക് ആ സ്ക്രൂ അവിടെ ടൈറ്റ് ചെയ്യാം. നമുക്ക് അവിടെ ചെറുതായിട്ടൊന്ന് ഓയിലൊക്കെ ഒന്ന് കൊടുത്തു നോക്കാം. ഇനി നമുക്ക് ആ പഴയ വീല് അവിടെ സെറ്റ് ചെയ്യണം. പഴയ പോലെ തന്നെ നമുക്ക് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് വള്ളി നമ്മൾ ആദ്യം തന്നെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. വീലൊന്ന് ചെറുതായിട്ട് തട്ടി കൊടുക്കുക. എന്നിട്ട് ഒരു ലോക്കുള്ളൊരു വാഷറാണ്, ആ വാഷറാണ് ഇപ്പോൾ അവിടെ വെച്ച് കൊടുത്തിരിക്കുന്നത്. അതൊന്നും ഇങ്ങനെ ടൈറ്റ് ചെയ്യുക. ഇപ്പം സംഭവം അവിടെ ലോക്കായിട്ടുണ്ട്. മെഷീൻ്റെ ഇപ്പോൾ ഇത് ഒരുപാട് കംപ്ലൈൻറ്റുകൾ ഇതിലുള്ള കാരണം കൊണ്ട് നമുക്ക് എല്ലാ ഭാഗങ്ങളും ഈ വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിക്കാൻ ചിലപ്പോൾ സാധിക്കില്ല. പണ്ട് ബോബിൻ്റെ ഭാഗം പ്രശ്നമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ബോബിൻ ഊരിയെടുത്ത് നോക്കുമ്പോൾ അവിടെയൊക്കെ ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. പിന്നെ അതുപോലെ ടെൻഷൻ, അതും പ്രശ്നമാണ്. സൂചി പൊട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് തുടർന്ന് ഇതിൻ്റെ ഒരു രണ്ടാം ഭാഗം ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ വീഡിയോ ഇവിടെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മെഷീൻ റിപ്പയർ അറിയാത്തവർക്ക് ഇത് വളരെയധികം പ്രയോജനപ്പെടുന്നൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.